അങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ അരങ്ങേറ്റം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഒന്ന് മയങ്ങാൻ ഇറ്റുമിക്കും അപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേമ ഫോൺ എടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അപ്പും കൂടെ ഓക്സിജനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ച് കുറവ് തോന്നിയത് ഞങ്ങൾക്ക് ഓക്സിജനിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓക്സിജനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 17 ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അപ്പുവിൻ്റെ വക അവിൽ മിൽക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പരിപാടി 6 മാസം മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ദുബായിക്ക് കയറ്റി വിട്ട് ഒരു മുതലുണ്ട് കേട്ടോ. അത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആളെ എടുക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോകണമായിരുന്നു കേട്ടോ. 11 മണിയുടെ മുന്നേ ആയിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണി കഴിയും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉറക്കം വരാതിരിക്കാനായിട്ട് ചായയും കുടിക്കണം അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും സെറ്റായിട്ടില്ലായിരുന്നില്ല. അങ്ങനെ ഞാൻ മേഴ്സലീസിൻ്റെ ഒരു കോൺടോപ്പും കൂടെ എടുത്തിട്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കഴിക്കാൻ പോലും പറ്റുന്നില്ല. അജാതി കയ്പ്പായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ചേട്ടൻ എനിക്കൊരു സെൽക്കൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഋതുവിന് പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ ഋതുമൾക്ക് അത് എടുക്കാനുള്ളൊരു ക്രേസ് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷുഗർ ഫ്രീയും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഞ്ജുനാഥ് പിന്നെ ഋതുവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം എന്ന് വന്നിട്ടുണ്ടായിരുന്നു. പൊട്ടേറ്റോ ചിപ്സ് ആണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഉപ്പൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമായിരുന്നു. അതും അവിടെ വെറുതെ വേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര പിന്നോക്കമാണ് കേട്ടോ. വീട്ടിലാണെങ്കിലും ശരി പുറത്ത് പോകുകയാണെങ്കിലും ശരി എല്ലാം വാങ്ങണം എന്ന് പറയും. പക്ഷെ ഒന്നും കഴിക്കൊന്നുമില്ല. അങ്ങനെ അത് ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കൈപിടിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു. ഋതുമോളാണെങ്കിൽ ഒരു നിഴൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുട്ടിക്ക് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കൂട്ടം തെറ്റി കുട്ടി ഓരോരുത്തരും പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചെടുത്തപ്പോഴാണ് കേട്ടോ ആൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഋതുമോൾക്ക് പാപ്പൻ ടോയ്സ് കുറേ വാങ്ങിയിട്ടുണ്ടെന്ന് വിളിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടി പൊളിക്കാതെ തിരക്കിലാണ് ഋതുമോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവടി എത്രയുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാ.